ഹരി ഓം, എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോ സിംഹ ആസ്ട്രോവേദിക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ടാണ്. പേരാലിൽ മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളുടെ മനസ്സിൽ എന്താഗ്രഹങ്ങളും നടത്തി തരുവാൻ വേണ്ടിയിട്ട് ഈ ദേവീ സന്നിധിയിൽ പോവുകയും ഈ ദേവീ സന്നിധിയിൽ ദേവിക്ക് ഇഷ്ട വഴിപാടായിട്ടുള്ള മണിനേർച്ച സമർപ്പിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ എന്താണോ കണ്ടിരിക്കുന്നത് ആഗ്രഹങ്ങളെല്ലാം നടന്നു തരുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്ത് പത്മന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്ത് പത്മനയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കായലിനും കടലിനും നടുക്കിലായിട്ടുള്ള ചെറിയൊരു തുരുത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മണിനേർച്ച സമർപ്പണം. മനസ്സിൽ എന്ത് ആഗ്രഹങ്ങളുമായിക്കോട്ടെ ആ ആഗ്രഹങ്ങളെല്ലാം ഈ മണിനേർച്ചയിലൂടെ സാധിച്ചു തരും. ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി ആ പേരാലിന് ചുറ്റും 7 തവണ വലം വെച്ചതിന് ശേഷം അവിടുത്തെ ആ പേരാലിൽ കെട്ടിയിടണം. ഇതാണ് മണിനേർച്ച എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി ആ പേരാലിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്തതിന് ശേഷം മാത്രമേ ആൽമരത്തിൽ കെട്ടിയിടാവൂ. കെട്ടിയതിന് ശേഷം മനസ്സിലെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം ആൽമരത്തിൽ ദേവി ചൈതന്യത്തിനോട് പറയണം. പറഞ്ഞതിന് ശേഷം നമ്മളുടെ മണി ആൽമരത്തിൽ കെട്ടിയിടണം. ഈ വഴിപാട് എത്ര ദിവസമാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ മണിനേർച്ച ചെയ്യേണ്ടത് ആഴ്ചയിൽ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യാം. അതുമല്ലെങ്കിൽ 7 മാസങ്ങളിൽ ചെയ്യാം. ഓരോ മാസത്തിലും എല്ലാ വെള്ളിയാഴ്ചയിലും വന്ന് നമുക്ക് ഈ വഴിപാട് ചെയ്യാം. അതുമല്ലെങ്കിൽ 7 ദിവസം 7 വട്ടം നമുക്ക് ഈ വഴിപാടുകൾ ചെയ്യാം. ഈ തുടർച്ചയായിട്ടുള്ള ഈ ഒരു 7 ദിവസം ചെയ്തതിന് ശേഷം, അതായത് എല്ലാ 7 വട്ടം നമ്മുടെ ഈ വഴിപാടിൻ്റെ നിശ്ചയിച്ചിരിക്കുന്ന ഈ 7 എന്ന് പറഞ്ഞിട്ടുള്ള സമയം കഴിഞ്ഞതിന് ശേഷം 7ൻ്റെ അന്ന് അമ്മയുടെ തിരുമുന്നിൽ പൊങ്കാല നേർച്ച സമർപ്പണമുണ്ട്. അതായത് ഈ മണിനേർച്ച കഴിഞ്ഞിട്ട് അമ്മയുടെ മുന്നിൽ പൊങ്കാല നേർച്ച സമർപ്പണമുണ്ട്. ഈ പൊങ്കാലയോടുകൂടി നമ്മളുടെ ഈ വഴിപാട് പൂർണ്ണമാകും. നമ്മൾ മനസ്സിൽ എന്താണോ കണ്ടിരിക്കുന്നത് ആ ആഗ്രഹം ഉറപ്പായിട്ടും സാധിച്ചു തരും. ഈ തുടർച്ചയായിട്ടുള്ള 7 ദിവസത്തെ ഈ മണിനേർച്ച നടത്തിയതിന് ശേഷം 7ൻ്റെ അന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയ്ക്ക് പൊങ്കാല നേർച്ച സമർപ്പണവും കൂടി ചെയ്ത് നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണമേ എന്ന് അമ്മയുടെ മുന്നിൽ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല നേർച്ച സമർപ്പണം നടത്തുന്നതിലൂടെ നമ്മളുടെ ഈ വഴിപാട് പൂർണ്ണമാകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.